എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമും അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ എക്സാമും എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാൻ നിങ്ങൾക്കുള്ള പണി വരുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനലിന്റെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് എക്സാമും അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ എക്സാമും വരാൻ പോവുകയാണ്. ഡേറ്റ് വന്നു, ടൈം ടേബിൾ വന്നു, എല്ലാ അറിയിപ്പുകളും, അതായത് ഈ രണ്ട് എക്സാമിൻ്റെയും വിശദമായ കാര്യങ്ങളെല്ലാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൾറെഡി പുറത്തുവിട്ട് കഴിഞ്ഞു. പല വിദ്യാർത്ഥികളും പറഞ്ഞൊരു സങ്കടം തന്നെയാണ്, സാർ ഈ നാലാം സെമസ്റ്റർ എക്സാമിൻ്റെ കൂടെ തന്നെയല്ലേ സാർ സെക്കൻഡ് സെമസ്റ്റർ സപ്ലിമെൻ്ററി എക്സാമും വരുന്നത്, അതുപോലെ തന്നെ ഈ സാർ പരീക്ഷയ്ക്കിടയിൽ ഗ്യാപ്പില്ല, പല പാഠഭാഗങ്ങളും പഠിപ്പിച്ച് തീർന്നിട്ടില്ല. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇനിയുള്ള ദിവസം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാനാണ്. ഇനിയുള്ള ദിവസം നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുക. പ്രത്യേകിച്ച് 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇനി നിങ്ങൾക്കൊരു അവസരമില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തേ പറ്റൂ, പാസ്സായേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയും അതുപോലെ തന്നെ സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷയും മാത്രമേ ഇനി നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുള്ളൂ. മോസ്റ്റ് പ്രോബബിളി പറഞ്ഞാൽ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ വാലിഡിറ്റി പീരീഡ് ഈ 2025 കൂടി നിങ്ങളുടെ വാലിഡിറ്റി പീരീഡ് അവസാനിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുന്ന 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ, സ്പെഷ്യൽ സപ്ലിമെൻ്ററി പരീക്ഷ, മേഴ്സി ചാൻസ് പരീക്ഷ ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 1 or 2 ഇയർ, ഒരു നീണ്ട ഗ്യാപ്പ് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികൾ, ഇപ്പം 2020 ആയിക്കോട്ടെ, 2021, 2022 അഡ്മിഷൻ വിദ്യാർത്ഥികളെയൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. മാക്സിമം എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചു മുന്നേറുക. നിങ്ങളുടെ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാവും, പക്ഷേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം യൂണിവേഴ്സിറ്റി കൃത്യമായ രീതിയിൽ എല്ലാം നടത്തി തീർക്കുകയാണ്. യൂണിവേഴ്സിറ്റി കൃത്യമായ രീതിയിൽ പരീക്ഷകൾ നടത്തി തീർക്കുകയാണ്. എന്തായാലും വിദ്യാർത്ഥികൾ, ഒരു കാര്യം ഞാൻ പറയാൻ വന്നൊരു കാര്യമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പണി വരാൻ പോകുന്നത്. പണി വരുന്നുണ്ടെന്ന് പറഞ്ഞതിന് കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഇനിയുള്ള ദിവസമെങ്കിലും പഠിച്ചു മുന്നേറിയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് പണി വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.